ഞാൻ ഇന്ന് രാവിലെ ആദ്യ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, രക്ഷാപ്രവർത്തകർ ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമുള്ള ആളുകളെയും ഇവിടേക്ക് കടത്തിവിടാത്തതിൻ്റെ പ്രതിസന്ധിയായിരുന്നു നമ്മൾ രാവിലത്തെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഇവിടേക്ക് പ്രവേശിക്കുന്നു. ചില ആളുകളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ വരുന്നവർ, പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടേക്ക് സർവമായി സമർപ്പിച്ചു കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അവർക്ക് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അവർക്ക് ശാരീരിക ബലമുണ്ട്, മനസാന്നിധ്യമുണ്ട്. ഇത്തരം ആളുകൾക്ക് ഇന്ന് ഇവിടേക്ക് വന്ന പലരെയും അവിടെ നാട്ടുകാർ എന്ന വ്യാജേന ചില ആളുകൾ ഇടപെട്ടുകൊണ്ട് തടയുന്ന സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ചില ആളുകളും തടയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ കുറച്ച് എക്യുപ്മെൻസുകൾ കൂടി ഇവിടേക്ക് ലഭ്യമായി കഴിഞ്ഞത് ഞാൻ പറഞ്ഞു. മനുഷ്യ സഹജമായ കൈക്കൊണ്ടും കൈക്കോട്ടുകൊണ്ടുമുള്ളതിൻ്റെയൊക്കെ പരിമിതി കുറച്ച് ഉണ്ട്. പക്ഷേ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമാണ്. ആ തരത്തിൽ ഇവിടെ നിങ്ങളൊക്കെ എവിടുന്ന് വരുന്ന ആളുകളാണ്? കരിഞ്ചോല ദുരന്തത്തിൻ്റെയൊക്കെ ഇടപെട്ട ആളുകളായിരിക്കും. നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡിമാൻഡ് എന്താണ്? ഞങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് പോലും വിട്ടു തന്നിട്ടില്ല. ഞങ്ങളൊക്കെ സന്നദ്ധമായിട്ട് സ്വയം സേവനത്തിന് വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനം, റോപ്പ്, കയറ്, അങ്ങനത്തെ നിങ്ങൾ ഇതെല്ലാമായിട്ടാണ് നിങ്ങളുടെ വണ്ടിയിൽ എല്ലാ സാധനമായിട്ട് വന്നാണ്. ഒരു 5 സ്ഥലത്തോളം ഒരു തടഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്താണ് തടയുന്നതിൻ്റെ കാരണം? ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കുന്ന പറയുന്നത്. കാരണം ഇന്നലെ ഞങ്ങൾ 10-25 മേലെ ബോഡി ഫയർഫോഴ്സ് വരെ ഇറങ്ങാത്ത സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സേന ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ടില്ലേ, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഒരു കമ്പി പോലും കട്ട് ചെയ്യാനുള്ള കട്ടർ വരെ ഈ സമയം വരെ ഫയർഫോഴ്സുകാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറേ നേരം ഞങ്ങൾ ചോദിക്കും. ഇപ്പോൾ ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് സ്ലാബ് മൊത്തമാണ് വലിക്കുന്നത്. ഇത് ഒരു കട്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുണ്ട്, അപ്പോൾ നാട്ടുകാർ പറയുന്നത് ആളുണ്ടെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ കണ്ടില്ല, ഇത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരു എക്യുപ്മെൻറ്റും ഇല്ല. ഞങ്ങളെ കയ്യിലുള്ള സാധനങ്ങളൊന്നും ഒരു കടത്തി വിട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ സന്നാഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കൂടിയിട്ട് ഇവിടെ മരങ്ങളും കാര്യം കട്ട് ചെയ്ത് കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുവന്ന വാളാണ്. അതൊക്കെ ഞങ്ങൾ അത്ര ഹെവി റിസ്ക് എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ജീപ്പിൻ്റെ പേരിൽ കേസ് എടുക്കുമെന്നാണ് CI പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് അതിക്രമം കാണിച്ച് കടന്നത്. ഇതേ അനുഭവം തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നതും അത് തന്നെയാണ്. പല വാഹനങ്ങളെയും റെസ്ക്യൂ അംഗങ്ങളെയും പല ഇത്തരം തദ്ദേശീയരായിട്ടുള്ള രക്ഷാ സന്നദ്ധ പ്രവർത്തകരെന്ന് പറയുന്നത് അവർക്ക് അവരുടെ കൈമുതൽ എന്ന് പറയുന്നത് മനസ്സാന്നിധ്യവും അതോടൊപ്പം തന്നെ സമർപ്പണ ബോധവും ഒക്കെയാണ്. അവർ കൂടി എല്ലാവരും ഇടപെട്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്കൊരു സുഗമമായ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമാവുകയുള്ളൂ. ആ രീതിയിലുള്ള സഹായം ഉണ്ടാവണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരാൾക്കാരും വന്നില്ല. അവിടെ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. മൂപ്പര് പറഞ്ഞ വീട്ടിൽ 4 പേരുണ്ട്, 3 പേരുണ്ട്. ആളെത്തിക്കില്ല. പറയുന്നത് മഴ പെയ്തിട്ട് എല്ലാം പോയിട്ടുണ്ടെന്ന്. എവിടെ സ്ലാബ് ഇരുന്നിക്കാണ്, അതിൻ്റെ അടിയിൽ ഉണ്ടോ ഇല്ലെന്നോ നോക്കണ്ടേ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഈ ഒരു സ്ലാബിൻ്റെ മുകളിൽ നിന്ന് മണ്ണ് നീക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അന്ന് പലരും പറഞ്ഞിരുന്നു ഈ സ്ലാബിനടിയിൽ ഇതൊരു പക്ഷേ വീട് പെട്ടെന്ന് തന്നെ പൊടുന്നനെ തന്നെ തകർന്ന് വീഴുന്നതായതുകൊണ്ട് ഈ സ്ലാബ് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് ബോഡികൾ, മൃതദേഹങ്ങൾ ഉണ്ടാകും. ആ പറഞ്ഞത് ഇപ്പോൾ ശരിയായിരിക്കുന്നു. മൃതദേഹം ഇവർക്ക് കിട്ടി എന്ന സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് ഏതായാലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ആളുകളെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ശ്രമകരമാണ് എന്നതും നമുക്കിവിടെ കൂട്ടി വായിക്കണം. കാരണം വലിയൊരു സ്ലാബ്, ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ആണ്. ഏതെങ്കിലും തരത്തിൽ ഇടിഞ്ഞു വീഴുമോ എന്നതൊക്കെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം ഈ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന പല പരസ്പരം പരിചയമില്ലാത്ത കുറച്ചധികം രക്ഷാ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അവരുടെ മനസ്സാന്നിധ്യം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ആ മനസ്സാന്നിധ്യം കൊണ്ട് അവർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും.